അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു ഉസ്താദിൻ്റെ ഒരു സംഭവം, രണ്ടാം വിവാഹം കഴിച്ച പ്രത്യേകിച്ച് സഹോദരിമാർ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ രണ്ടാം വിവാഹം കൊണ്ട് നിങ്ങളുടെ മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങൾ സമ്മതിക്കോ ഇല്ലേ? കാരണം പല പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ച് നന്നായി അറിയില്ല. സ്ത്രീകൾ അങ്ങനെയല്ല, ഒറ്റ മണിക്കൂറുകളെ കൊണ്ട്, നിമിഷങ്ങളെ കൊണ്ട് ഒരു പുരുഷനെ കൃത്യമായി അറിയാൻ സാധിക്കും. അതേസമയത്ത് ഒരു സ്ത്രീയെ അവളെ കൂടെ 100 വർഷം കിടന്നാൽ പോലും ഒരു പുരുഷനെ അവളെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ഈ ഉസ്താദ് നല്ല അത്യാവശ്യം കാണാൻ സൗന്ദര്യമുള്ള, നല്ല സാമ്പത്തിക കഴിവുള്ള, കാരണം നല്ല പ്രസംഗിക്കാനൊക്കെ കഴിവുള്ള ഉസ്താദാണ്. ഉംറയ്ക്കൊക്കെ കൊണ്ടുപോകും എല്ലാവരും. അങ്ങനെ ഒരു ഉംറ സിയാറത്ത് പോകുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാ ഖിദ്മത്ത് ഉസ്താദ് ചെയ്യും. ഏറ്റവും പുണ്യമുള്ള സ്ഥലങ്ങളിൽ പോയി ഉസ്താദ് അവിടുത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഇതൊക്കെ ഈ അവതരണവും ഉസ്താദിൻ്റെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് ഉസ്താദിനോട് വലിയ ഇഷ്ടമായി. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് ഉസ്താദിൻ്റെ നടത്തവും ഇരുത്തവും, ഉസ്താദാണ് എന്നും എപ്പോഴും, എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് പറയാനാ. ഏതായാലും നിവൃത്തിയില്ലാതെ തൻ്റെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു, എനിക്ക് ആ ഉസ്താദിന് വലിയ ഇഷ്ടമാണ്, എനിക്ക് വിവാഹം കഴിക്കുകയാണ്, ആ ഉസ്താദിനെ തന്നെ വിവാഹം കഴിക്കണം. ഇത് കേൾക്കുമ്പോൾ ആ മകൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ മാതാപിതാക്കൾ ആ ഉസ്താദിനോട് വിഷയങ്ങൾ പറഞ്ഞു. ഇങ്ങനെ മകൾ പറയുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചതാണ്, എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ മകളെ അറിയിച്ചപ്പോൾ മകൾ പറഞ്ഞു, വിവാഹം കഴിച്ചതാണെങ്കിലും പ്രശ്നമില്ല, ഉസ്താദിനെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണം. ഉസ്താദിൻ്റെ മുൻപത്തെ ഭാര്യയ്ക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഞാനൊരു പ്രശ്നം ചെയ്യൂല, എന്തെങ്കിലും സഹായം സേകരണം ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനെ അവസാനം ആ കുടുംബക്കാർ അവസാനം മുമ്പത്തെ ഭാര്യ അറിയാതെ നല്ലൊരു വീട് കെട്ടിക്കൊടുത്തവൾക്ക് അങ്ങനെ വിവാഹം കഴിഞ്ഞു. കഴിഞ്ഞ സന്തോഷത്തിൽ 2 ഭാര്യമാരെ കൂടെ സന്തോഷത്തിൽ ഇങ്ങനെ കഴിയുകയാണ്. ഏതോ ഒരു നിമിഷം ആ വീട്ടിൽ പോയപ്പോൾ രണ്ടാമതൊരു ഭാര്യ ഉണ്ട് എന്നുള്ള ഒരു വാർത്ത മൊബൈലിലൂടെ മുമ്പത്തെ ഭാര്യയ്ക്ക് മനസ്സിലായി. ഇത് മനസ്സിലാവലോടുകൂടി ആ ഭാര്യ വല്ലാത്ത പ്രശ്നമുണ്ടായി. അവിടെ വല്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ മനോനില തെറ്റിപ്പോയി. കാരണം എന്തുകൊണ്ടങ്ങനെ ചെയ്തു? സഹോദരിമാരുടെ മനസ്സങ്ങനെയാണ്. കാരണം എല്ലാത്തിനും ഞാൻ കൂടെ നിന്ന് അവസാനം എന്നെ വഞ്ചിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിച്ചുവല്ലോ. പിന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കിലും അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുടുംബം അറിഞ്ഞ്, മാതാപിതാക്കൾ അറിഞ്ഞ് എല്ലാവരും ദ്രോഹിക്കാൻ തുടങ്ങി. വാക്കിനാലും നോട്ടത്തിനാലും സഹിക്കാൻ വയ്യാതെ ആ ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ എത്ര ആശ്വസിപ്പിച്ചാലും ആശ്വസിക്കൂല. മാത്രമല്ല വീട്ടിലെന്നും പ്രശ്നമാണ്. രണ്ടാമത് വിവാഹം കഴിച്ച ആ ഭാര്യയ്ക്കാണെങ്കിലോ ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് തെറിവാക്കുകൾ, ഇയാളുടെ മൊബൈലിലേക്ക് ഒരുപാട് തെറിവാക്കുകൾ, ഒരുപാട് മോശപ്പെട്ട വാക്കുകൾ, ഇങ്ങനെ പല നിലക്കുള്ള ശല്യം സഹിക്കാനാവാതെ അവസാനം ഒരു ദിവസം അവരുടെ വീടിനെ പൊളിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കേസായി, പ്രശ്നമായി, പ്രശ്നത്തോടുകൂടി പ്രശ്നമാണ്. മുമ്പത്തെ ഭാര്യക്കെതിരെ അവളുടെ മാതാപിതാക്കൾ കേസ് കൊടുത്തു. ചുരുക്കി നോക്കുമ്പോൾ ആ മുമ്പത്തെ ഭാര്യയ്ക്ക് മനോനില തെറ്റിയെന്ന് അവിടുത്തെ ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും, അപ്പോൾ രണ്ടാമത് കഴിച്ച ഭാര്യ പറഞ്ഞു, മനോനില തെറ്റിയ ഭാര്യയെ കൂടെ നിർത്താൻ പാടില്ലെന്ന് ഇസ്ലാമിലേക്ക് ഉള്ളതാണല്ലോ, നിങ്ങൾക്ക് ഒഴിവാക്കാം. അങ്ങനെ ഉസ്താദിന് എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടോട്ടം ഓടുകയാണ്. എന്ത് സമാധാനം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഉസ്താദ് വല്ലാത്ത ദുഃഖത്തിൽ കഴിയുന്നുണ്ട്, തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്നന്വേഷിച്ച് ഉസ്താദ് പലയിടങ്ങളിൽ പോകുന്നു. തീർച്ചയായും നാം ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ പോകുമ്പോൾ, രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു പ്ലാനോട് കൂടി നാം വിവാഹം കഴിച്ചാലും, ഇനി അറിഞ്ഞു കഴിച്ചാലും തന്നെ ഭാര്യൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു പ്രശ്നം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഇത് പിന്നെ വലിയ പ്രയാസത്തിലേക്ക് മാറുമെന്നാണ് ഈ ഉസ്താദിൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കുന്നത്.
ഇനിയിപ്പോൾ ചെയ്തതായതുകൊണ്ട് ഇനി മുന്നോട്ട് അങ്ങോട്ട് അതേപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാതെ ഒരു പരിഹാരമില്ലാതെ വിഷമത്തിൽ സഹോദരിമാർ കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ. രണ്ടാം വിവാഹം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ. പലരും സന്തോഷത്തിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, 2 ഭാര്യമാർ സന്തോഷത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ജീവിതം ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞുവല്ലേ, സന്തോഷത്തിലും റാഹത്തിലാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.